أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർത്തും അവിചാരിതമായ ഒരു ഒത്തുചേരലിലാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും തീർത്തും അവിചാരിതമായ ഒരു ഒത്തുചേരലിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ ഒരു 5 വർഷത്തോളമായിട്ട് നടന്നു വരുന്ന ഒരു പഠന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ചിലരെങ്കിലും എൻ്റെ ശബ്ദം പരിചയപ്പെട്ടിട്ടുണ്ടാവും. കോവിഡ് കാലത്തും അതിൻ്റെ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് തുടങ്ങിയൊരു പദ്ധതി പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. അങ്ങനെ അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നു വരികയാണ്. ഖുർആൻ പദം എന്ന പേരിൽ ക്ലബ് ഹൗസിൽ ഒരു ഒത്തുചേരലാണ് രാവിലെ ഫജ്ർ നിസ്കാരത്തിന് ശേഷമുള്ള. അത് സൂറത്തുൽ ഫാത്തിഹ മുതൽ തന്നെ ഉള്ളൊരു പഠനം തുടങ്ങിയതാണ്. അത് പക്ഷേ ക്ലബ് ഹൗസിൽ നമ്മൾ ചെയ്യുന്നത് സൂറത്തുൽ ബഖറ മുതലാണ്, അതിൻ്റെ തുടക്കം മുതലാണ്. ഫാത്തിഹ ഒരു പക്ഷേ പലർക്കും പരിചയമുള്ള ഒരു സൂറത്തായതുകൊണ്ടായിരിക്കണം അന്ന് ഫാത്തിഹ കൊണ്ട് തുടങ്ങാമെന്ന് വെക്കാതെ ഇരുന്നിട്ടുണ്ടാവുക. എന്തായാലും അത് തുടങ്ങിയ ഏതാനും ആയത്തുകളൊക്കെ പഠനം മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിലാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. അന്നൊരു സംഘം പണ്ഡിതന്മാർ തന്നെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. വളരെ ഔപചാരികമായി തന്നെ വിശുദ്ധ ഖുർആനും സുന്നത്തും ഒക്കെ ആഴത്തിൽ പഠിച്ച ഒരു സംഘം തന്നെയായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അവരെല്ലാവരും അതിൽ സന്നിഹിതരാവാറുണ്ടായിരുന്നു, ഇടപെട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏത് സംഗതിക്കും അതിൻ്റെതായ ഒരു പരിണാമം സംഭവിക്കാറുണ്ട്. ആ വിധത്തിലാണ് അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് എല്ലാ ദിവസവും ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പിന്നെ വന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതാണത്. അതിന് കോവിഡ് കാലത്തെ ചില നിയന്ത്രണങ്ങളും അതുപോലെയുള്ള സംഗതികളൊക്കെ കാരണമായി എന്നതും ഒരുപക്ഷെ ഞാൻ നിരന്തരമായി ഈ സംഗതി ചെയ്യുന്നതിന് വൈമുഖ്യം കാണിക്കാതിരുന്നു എന്നതൊക്കെ ആയിരിക്കണം അത് ഞാൻ ചെയ്യുന്നതായി മാറിയിട്ടുണ്ടാവുക. ആ സംഘമൊക്കെ ഇപ്പോഴും അതിൻ്റെ സഹകാരികളായിട്ട് അണിയറയിലുണ്ട്. പലപ്പോഴും അന്വേഷിക്കാറും ബന്ധപ്പെടാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഖുർആൻ പദത്തിൻ്റെ ഒരു ചരിത്രം അതാണ്. ഓൺലൈനായിട്ട് ക്ലബ് ഹൗസ് തന്നെ ഒരു പുതിയ വളരെ പഴക്കമൊന്നുമില്ലാത്തൊരു ആപ്പാണല്ലോ കമ്പ്യൂട്ടറിൽ, ഈ മൊബൈലിൽ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിനോളം തന്നെ ഒരു പ്രായമാണ് ഈ ഖുർആൻ പദം എന്ന ഈ പദ്ധതിക്കും ഉണ്ടാവുക. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ ഫലപ്രദമായ, വളരെ ഉപയോഗപ്രദമായ ഒരു സംഗതിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഞാൻ ഒരു ഖുർആൻ പഠിതാവാണ്. ആരും എന്നെ ഒരു ഖുർആൻ പണ്ഡിതനായിട്ടോ അല്ലെങ്കിൽ അതിൽ ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കുല്ലിയയിലോ അല്ലെങ്കിൽ ഒരു മദാരിസുകളിൽ ഏതെങ്കിലും ഒന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ഒരാളായിട്ടോ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായ ഒരാളാണ്. എൻ്റെ ഒരു വലിയ മോഹം എന്ന നിലയ്ക്ക് ഖുർആൻ്റെ പഠനത്തിലേക്ക് ഞാൻ എത്തിയ ഒരാളാണ്. അതിന് മുന്നിലുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴായി തട്ടിമാറ്റി തന്നതാണ്. അത് പഠനത്തിന് വേണ്ട എന്ത് ആവശ്യമാണോ ഉണ്ടായിരുന്നത് അത് പഠിച്ചവൻ എനിക്ക് തുറന്നു തന്നിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും. എൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ 10-12 വർഷത്തെ വിദേശ പ്രവാസ ജീവിതവും അതിനേറെ ഫലം ചെയ്ത ഒരു സംഗതിയാണ്. ഞാൻ 6 വർഷം തങ്ങിയിരുന്നത് സൗദി അറേബ്യയിലെ ഒരു നോർത്തേൺ പ്രോവിൻസായ ഹായിലാണ്. ഒരുപക്ഷെ ഇന്ന് അറബ് നാട്ടിൽ ഏറ്റവും ഏറെ ഇസ്ലാമിക സംസ്കാരം അതിൻ്റെ ഗ്രാമ്യതയോടുകൂടി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഹായിൽ. അവിടെ എനിക്ക് ഒരുപാട് കുടുംബപരമായി തന്നെ ഇസ്ലാമിനെ പൈതൃകമായി ഏറ്റുവാങ്ങിയ
ഒരുപാട് സാധാരണ മനുഷ്യർ, ഗ്രാമ്യത എല്ലാ നിലക്കും ജീവിതത്തിൽ നിലനിർത്തുന്ന സാധാരണ മനുഷ്യരായ ഒരുപാട് പണ്ഡിതന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പടച്ചതമ്പുരാൻ എനിക്ക് ചെയ്തു തന്ന വലിയൊരു സൗഭാഗ്യമാണ്. അതുപോലെ അറബ് ഭൂപ്രദേശങ്ങളിലെ ഇപ്പോൾ ഫലസ്തീൻ, ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ പോലെയുള്ള നാടുകളിലുള്ള ധാരാളം ഖുർആനിൽ ആഴത്തിൽ ജ്ഞാനം നേടിയിട്ടുള്ള പലരും എനിക്ക് സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നു. അതും പടച്ചതമ്പുരാൻ എനിക്ക് ചെയ്തു തന്ന വലിയൊരു നിയമത്താണ്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ടാണ് സൗദി അറേബ്യയിൽ എത്തുന്നതെങ്കിലും എൻ്റെ കൊലീഗ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു 10-30ഓളം പേരിൽ അപ്പോൾ എൻ്റെ റഈസുൽ ഖിസ്മായിട്ടുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ടുണ്ടായിരുന്ന ദക്തൂർ സയ്യിദ് മുഹമ്മദ് അർബാബ് എന്ന പേരുള്ള ഒരാൾ, അയാൾ സുഡാൻകാരനായിരുന്നു. പിന്നീട് അയാളുടെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രമുഖനായ ഒരാൾ ദക്തൂർ ബഷീർ അൽ മനാഴി എന്ന പേരുണ്ടായിരുന്ന ട്യൂണീഷ്യക്കാരനാണ്. അതുപോലെ കുറേ പേരുകൾ, ഇവർക്കൊക്കെ തന്നെ വളരെ വിസ്മയകരമായ തലത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള സമ്പർക്കം സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും ഞാൻ അവരുമായുള്ള സമ്പർക്കത്തിൻ്റെ അവസരം അറബി ഭാഷയിൽ അതിൻ്റെ തനിമയോടുകൂടി ഖുർആൻ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പോൾ ചില ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൗതുകമുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും ഈ സഹപ്രവർത്തകർ അത്തരം ചോദ്യങ്ങൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വരാറുള്ളത് ഞാനത് ഉന്നയിക്കുമ്പോഴാണ്. അവർക്ക് ഖുർആൻ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്, അവർ പാരായണം ചെയ്യുന്നു. പലരും അത് വലിയ അളവോളം ഹൃദയസ്ഥരായ ആളുകളായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലൊരു ഈജിപ്ഷ്യൻ കൊലീഗ്, അദ്ദേഹത്തിൻ്റെ പേര് മൊഹ്തസ് അസ്സറൂജി എന്നാണ്, ദക്തൂർ മൊഹ്തസ് അസ്സറൂജി എന്ന് പേരുണ്ടായിരുന്ന ഒരു ഈജിപ്ഷ്യൻ പ്രൊഫസർ. അയാളോട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കാഷ്വലായിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അള്ളാൻ്റെ കലാം ആ ഭാഷയിൽ തന്നെ നേരിട്ട് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ജന്മഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ അത് ഉദ്ദേശപൂർവം തന്നെ അങ്ങനെ പറയുകയാണോ? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഖുർആൻ മാതൃഭാഷ അറബിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ആഴവും ചൈതന്യവും ഒക്കെ അറിയണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ അതിന് നമ്മൾ അതിനായി ശ്രമം നടത്തിയാൽ തന്നെയാണ് സാധിക്കുക. ആ ഒരു സംഗതി നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കാത്തവരാണെങ്കിൽ പോലും സാധിക്കൂലേ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. സത്യത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എൻ്റെ ശരി. ഞാൻ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പടച്ചതമ്പുരാൻ എനിക്ക് ഒരു 2-3 വർഷം എനിക്ക് നാട്ടിലൊരു സ്ഥാപനത്തിൽ വഴിതെറ്റി എത്തിപ്പെട്ടതുകൊണ്ട് ഖുർആനും ഖുർആൻ്റെ ഭാഷയായ അറബിയൊക്കെ പഠിക്കാൻ ഒരവസരം കിട്ടിയിരുന്നു. ചന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജ്, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു കോളേജാണ്, അവിടുത്തെ ഇസ്ലാഹിയ അസോസിയേഷൻ എന്ന പേരിൽ. ആ കോളേജിൽ ഞാൻ അങ്ങനെ റെഗുലർ സ്റ്റുഡൻ്റായി എത്തിയതൊന്നുമല്ല. പ്രീ ഡിഗ്രി പഠനം വഴിമുട്ടി പോയതുകൊണ്ട് എനിക്ക് അവിടെ പോകേണ്ടി വന്നതാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഞാൻ ഉള്ളിൽ ഖുർആൻ പഠിക്കാൻ കൊതിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായി വന്നതും. അവിടെ 2-3 വർഷം അതിൽ അറബി ഭാഷയുടെ വാചക ഘടനാപരമായിട്ടുള്ള ഒരു വ്യാകരണ തലം എനിക്ക് സ്വായത്താക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണല്ലോ. ഭാഷയിലൊരു വാചകത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഇഴകേറി അങ്ങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്, അതിനെ സാധാരണ പറയാറുള്ള തർക്കീബെന്നോ ഇറാബെന്നൊക്കെയാണ്. അപ്പം ഈ ഭാഷാഘടന ഉൾക്കൊള്ളുന്ന വിധത്തിൽ അറബി ടെക്സ്റ്റ് വായിക്കാൻ ഒരവസരം, അതിന് ഒരു വഴി തുറന്ന് കിട്ടിയത് അവിടെ നിന്നാണ്. എനിക്ക് നല്ല ഉസ്താദുമാർ ചിലരൊക്കെ അന്ന് അക്കാലത്ത് അവിടെ
ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. പക്ഷെ വളരെ കുറച്ച് മാത്രമേ എനിക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. ജീവിതത്തിൻ്റെ പല അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ കാരണത്താൽ ഞാൻ അവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് BA കോഴ്സ് പൂർത്തിയാക്കുകയും MA ഇംഗ്ലീഷ് കഴിയുകയും പിന്നെ PhD കഴിയുകയൊക്കെ ചെയ്യുന്നത് വരെ വളരെ ഭാഗികമായിട്ട് മാത്രം ഖുർആൻ പഠിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇടയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ അന്നും താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനതിന്ന് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പിന്നീട് PhD കഴിഞ്ഞതിന് ശേഷമാണ് പടച്ചതമ്പുരാൻ ഒരു വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നടത്തിയതിനെ തുടർന്നാണ് എനിക്ക് ഖുർആൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാവർത്തി ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പഠിക്കാൻ, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഷയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ മലയാളത്തിലല്ല ഖുർആൻ പഠിക്കാറുള്ളത്. ഞാൻ ഖുർആൻ്റെ ഭാഷയിൽ ഖുർആൻ പഠിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതിന് ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി, ഇത്രയും കാലം ഞാൻ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ് എടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഖുർആൻ പഠിപ്പിക്കാൻ മുതിർന്ന ഏതൊരാളും തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് അത് പഠിച്ചിട്ടുണ്ടാവണം എന്നതാണ് വളരെ പ്രാഥമികമായിട്ട് എനിക്കുണ്ടായൊരു ബോധ്യം. ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആൻ സാകല്യ സമീപനം എന്നുള്ളതാണല്ലോ. സാകല്യ സമീപനം, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു ആത്മാവ് ചൈതന്യം കരഗതമാകാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള വളരെ കോറായ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തെ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ആ വിഷയം അതായതുകൊണ്ട് അത് എൻ്റെ ഈ ഖുർആൻ പഠനയാത്രയുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഖുർആൻ്റെ ആഴം തേടുന്ന ഏതൊരാൾക്കും ആ വിഷയം വളരെ പ്രസക്തമാണ് എന്നത് കാണാൻ കഴിയും. സാകല്യ സമീപനം എന്ന് പറഞ്ഞാൽ ആ പദം സൂചിപ്പിക്കുന്ന പോലെ ഖുർആനെ ഒരു സമ്പൂർണതയുള്ള ഒരു സംഗതിയായി കണ്ടുകൊണ്ട്, സമ്പൂർണതയുള്ള ഏതൊരു സംഗതിയെയും അതിൻ്റെ പൂർണ്ണതയോട് കൂടിയാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനെ ഭാഗികമായിട്ട് സ്വീകരിച്ചുകൂടാ. അതിൻ്റെ ചില ആസ്പെക്ട്സ് മാത്രം അങ്ങ് നൊട്ടിനുണയുന്ന ഒരു രീതി എന്നതിന് പകരം അതിൻ്റെ ആകത്തുക ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമീപനം സ്വീകരിക്കൽ വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന എൻ്റെ ഒരു പശ്ചാത്തലം കാര്യമൊക്കെ നിങ്ങളുമായി പങ്കുവച്ചത് എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു എന്ന ഒരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ്. ഞാനങ്ങനെ മദാരിസുകളിലോ കുല്ലിയാത്തുകളിലോ അങ്ങനെ വർഷങ്ങളോളം മെനക്കെട്ട് പഠിച്ച ഒരു മേൽവിലാസമോ ഒരു ബിരുദമോ ഒക്കെ ഖുർആൻ്റെ പഠനത്തിൽ അങ്ങനെ നേടിയ ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ പടച്ചതമ്പുരാൻ്റെ പലപ്പോഴും ഇടപെട്ടുകൊണ്ടുള്ള സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹായിലായിരുന്നപ്പോൾ അവിടെ ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നോടൊപ്പം ഷെഫിൽ വളരെ അടുത്തുണ്ടായിരുന്ന ഒരു വളരെ പ്രഗത്ഭനായ ഖുർആൻ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം ഈജിപ്ഷ്യനാണ്, ഒരു എൻജിനീയറാണ്, മുഹന്ദിസാണ്. അവിടുത്തെ ദിഫാ മദനിയിൽ മുഹന്ദിസായി ജോലി ചെയ്തിരുന്ന ഒരാളാണ്. നല്ല പണ്ഡിതനാണ്, കണ്ടാൽ തന്നെ അതിൻ്റെ വക്കാറൊക്കെ ഉള്ള എന്നെ പോലെയൊന്നുമല്ല, കാഴ്ചയിൽ വലിയ താടിയൊക്കെ ഉള്ള, മുഖത്ത് വലിയ തഖ്വയൊക്കെ പ്രകടമായ അങ്ങനെ ഒരു മനുഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പല സംശയങ്ങളും അദ്ദേഹത്തോട് പോയി ചോദിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും അതിൽ ഇടപെട്ട് അദ്ദേഹം പല സഹായം ചെയ്തു തരികയൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു സ്കോളറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ഹുസ്നി എന്നാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും വഴിമുട്ടിയെടുത്ത് അല്ലാഹു തആല ആരെങ്കിലുമൊക്കെ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചുകൊണ്ട് ഖുർആൻ പഠനത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഗതി ഗൂഗിൾ സെർച്ചാണ്. നിങ്ങൾക്കും ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അത് ഒരു 10-50 ദിവസങ്ങൾ അല്ലെങ്കിൽ 2-3 മാസങ്ങൾ തുടർച്ചയായിട്ട് ആ ടൂള് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബി ഭാഷ അതിനോടൊപ്പം സ്വായത്താക്കും. ഖുർആൻ പഠനത്തിൽ അതിൻ്റെ വലിയ വലിയ ആഴങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അത് ഇപ്പം എനിക്ക് അതിനു വേണ്ടി വന്നത് ഒരു അറബി അട്ടറൻസ് ടൈപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്.
അറബി ടൈപ്പിംഗ് ഒക്കെ ഞാൻ അതിനിടയ്ക്ക് സ്വായത്താക്കിയിട്ടുണ്ട്, മിനിമം എൻ്റെ ആവശ്യത്തിനുള്ള വിധത്തിൽ. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നപ്പോൾ ഒരു ടൂള് മഅന കലിമത്തു എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു വാക്കും കൂടി ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഖുർആനായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യതകൾ മുഴുവനും ഒന്നിച്ച് അതിൻ്റെ ഫീഡ്ബാക്കായിട്ട് നമുക്ക് കിട്ടും. അത് അറബിയിലല്ല, അതെങ്ങനെ നമുക്ക് മനസ്സിലാകുക എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. തുടക്കത്തിൽ ഞാനും അങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മൾ എത്ര കോൺസ്റ്റൻ്റായി റിപ്പീറ്റഡ് ആയിട്ട് ഈ ടാസ്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ ഓരോ പദങ്ങളും അൺഫെമിലിയർ ആയത് നമുക്ക് ഫെമിലിയറായി എങ്ങനെ മാറും. കുറഞ്ഞൊരു സമയം കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്കൊരു വളർച്ച നേടാൻ സാധിക്കും. അത് ഞാനത് സൂചിപ്പിച്ചത് ഖുർആൻ്റെ പഠനത്തിന് എൻ്റെ കൊലീഗ് പറഞ്ഞിരുന്ന പോലെ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അടഞ്ഞ വാതിലുകളൊക്കെ തുറന്നു കിട്ടും എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. അപ്പോൾ ഞാൻ ഈ ഒരു ആമുഖം സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത്, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നില്ല, കാരണം അതിൻ്റെ വിശദീകരണത്തിന് പോകാനിപ്പോൾ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ആയത്ത് തുടങ്ങുന്നത് ഞാൻ ആ തുടക്ക ഭാഗം തുമ്മ അൻതും ഹാ ഉലായി തഖ്തുലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ആയത്താണ്. അതിൻ്റെ മധ്യഭാഗത്തിൽ ഇങ്ങനെയാണ്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഒരു ചോദ്യം അള്ളാഹു ഉന്നയിക്കുകയാണ്. അത് ബനു ഇസ്രായേൽ സമൂഹത്തെ, വിശേഷിച്ച് യഹൂദ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ആവാം, ഇനി വിശുദ്ധ ഖുർആനെ കുറിച്ചൊക്കെ ആവാതെ. അപ്പോൾ ദൈവിക ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയും വതക്ഫുറൂന ബിബഅദ്, അതിൻ്റെ വേറെ ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്നാണ് യഹൂദരോട് അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിനോട് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഈ ചോദ്യം നമുക്കും ബാധകമാണ്. എല്ലാ സമൂഹങ്ങളിൽ, എല്ലാ പ്രവാചക സമൂഹങ്ങളുടെ പിന്മുറക്കാരും ചെയ്തത് ഇതേ ഒരു അക്രമമാണ്. വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ അവർ പിന്തുടരുന്നവരായി, വേറെ ചില ഭാഗങ്ങളെ അവഗണിക്കുന്നവരായി. നമ്മളും സൗകര്യങ്ങളുടെ ഒരു മതമാണല്ലോ പിന്തുടരുന്നത്. ഏതിപ്പോൾ കേരളത്തിലെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. ക്ലോസ് ആയിട്ട് ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും, ഓരോ സംഘടനയും അവർക്ക് സൗകര്യമുള്ള കുറച്ചങ്ങ് തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളതിനെ അവഗണിക്കുകയാണ് ചെയ്യണമെന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദീനിൻ്റെ സാകല്യത്തിൽ അതിൻ്റെ എല്ലാ തലങ്ങളെയും പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കുന്ന വിധത്തിലല്ല സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. സംഘടനകൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കിത്മാൻ ചെയ്യുന്നുണ്ട്. കിത്മാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പാതകമാണ്. എന്താണത്? കിത്മാൻ എന്ന് പറഞ്ഞാൽ മൂടിയിടലാണ്, മറച്ചിടലാണ്. അത് വെളിപ്പെടുത്താതെ ചില ഭാഗങ്ങൾ ജനങ്ങളോട് പറയാതെ മൂടി വെച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനം മിക്കവാറും എല്ലാ സംഘടിത വിഭാഗങ്ങളും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ നിരീക്ഷണത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബനു ഇസ്രായേലിലെ ആളുകളോട് അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിനോടായി അള്ളാഹു ചോദിക്കുന്ന ഈ ചോദ്യം, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ വേദത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും വേറെ ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്നാണ് ചോദ്യം. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക, അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണ് എന്നതാണ് നിങ്ങൾ കരുതുന്നത്. മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയുൻ ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്ത്, ഈ ഐഹിക ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് മാനഹാനിയാണ് പ്രതിഫലമായിട്ടുള്ളത്, നിന്ദ്യതയാണ് പ്രതിഫലമായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. കിതാബിൻ്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും വേറെ ചിലതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ദുനിയാവിൽ തന്നെയുള്ള പ്രതിഫലമായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്നത് ഖിസിയുൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ അതിൻ്റെ പേരിൽ അവർ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി വരും എന്നതാണ്. അതുപോലെ വയൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ യുറദ്ദൂന ഇലൽ അദാബ്, അവർ ശിക്ഷയിലേക്കാണ് തിരിച്ചയക്കപ്പെടുക. എന്നിട്ടോ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു പറയുന്നത് നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചൊന്നും അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്നുകൂടി ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ
അള്ളാഹുവിടെ ആ കാര്യം പറയുന്നുണ്ട്. ഞാനിത് കേൾപ്പിച്ചതിൻ്റെ ഒരു കാര്യത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്കൊന്നും നമ്മൾ പോകാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം അതൊരു സാകല്യത്തിൻ്റെ സമീപനമായിരിക്കണം. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഏറ്റുവാങ്ങുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ സൂറത്തുകളുടെ തുടക്കം, ആയത്തുകൾ, അതിൻ്റെ ക്രമത്തിൽ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പകർന്നു തരുന്ന ഒരു സന്ദേശമുണ്ട്. അതിൻ്റെ പൂർണ്ണതയോടുകൂടി അതിനൊന്നും വിട്ടുകളയാതെ, അതിലൊരു ഡൈല്യൂഷനും വരുത്താതെ, അതിൻ്റെ തികവോടും പൂർണ്ണതയോടും കൂടി സ്വീകരിക്കണം എന്നതാണ് ഖുർആൻ ആവശ്യപ്പെടുന്ന കാര്യം. അതിലെന്തെങ്കിലും ശോഷണം വരുത്തുകയാണെങ്കിൽ, വീഴ്ച വരുത്തുകയാണെങ്കിൽ, നമുക്ക് സൗകര്യമുള്ള ചിലതൊക്കെ എടുക്കുകയും സൗകര്യമില്ലാത്ത ചിലത് മാറ്റിവെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർ നേരിടാൻ പോകുന്നത് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അള്ളാഹു പറഞ്ഞ ഒരു കാര്യമാണ് എന്ന ഒരു സംഗതി ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഒരു വിശുദ്ധ ഖുർആന്റെ പഠനത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഉപകരിക്കാൻ ഇടയുള്ള ചില കാര്യങ്ങൾ കൂടി അതിനോട് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേദിയുടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഈ അസർ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഈ അസർ സെൻറ്ററിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ എൻ്റെ വളരെ പഴയ കാലത്ത് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ജീവിതത്തിൽ വളരെയേറെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മുത്തുക്കോയ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് സൗഭാഗ്യങ്ങളുടെ ഒരു ആഖിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇവിടെ വന്ന് ആളുകളെ പരിചയപ്പെട്ടൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു സംഗതി, ആളുകളിൽ പടച്ച തമ്പുരാനോടുള്ള അവൻ്റെ ദീനിനോടുള്ള വല്ലാത്ത സ്നേഹത്തിൻ്റെയും അതുപോലെ ആ ദീനിനോടുള്ള അവരുടെ പ്രതിബദ്ധതയുടെയും ഒരു മുഖലക്ഷണം പലരിലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാനത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കാരണം അത് ഖുർആൻ്റെ ഒരു ഖുർആൻ നൽകുന്ന ഒരു ഇൻറ്റ്യൂഷനാണ്. ഒരു 40 വയസ്സിലേക്ക് എത്തുന്നതോടുകൂടി ഒരാൾ ദിശ ശരിപ്പെടുത്തി വെക്കും. അത് ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 40 വയസ്സെത്തുന്നതോടെ ഒരാൾ കാര്യങ്ങൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും ഇനി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴിദൂരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന് പ്രാർത്ഥിക്കും 40കളിൽ എത്തുന്ന ഒരാൾ. അത് ജീവിതത്തിൻ്റെ ഒരു പക്ഷേ മുഖ്യമായൊരു ഭാഗം പിന്നിട്ട ഘട്ടത്തിൽ ഒരു ക്രോസ് റോഡിൽ എത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലൊരു കാരണം അതിനുണ്ടാവും. ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയാളെ ഒന്ന് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന, അയാളുടെ ശ്രദ്ധയെ ഒന്ന് പിടിച്ചു കുലുക്കുന്ന ഒരു ഫാക്ടർ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു വലിയൊരു ഉണർത്തലാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ സംഭവിക്കുമ്പോൾ ഒരാൾ ഒന്ന് പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കും. ഞാൻ നടന്ന് നീങ്ങിയ ഈ പ്രയാണം ചെയ്ത ഈ പാത അത് എത്രത്തോളം എനിക്ക് ഉപകരിക്കുന്നതായിട്ട് ആണ് അടയാളപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത്, ഇനി മുന്നോട്ടുള്ളത് എത്രത്തോളം ബാക്കിയുണ്ട്, അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നൊരാലോചന. ഇത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ പ്രത്യേകം നമ്മുടെ പൂർവികരെ, പിതാക്കന്മാരെയും പിന്നിട്ട ആളുകളെയൊക്കെ ഓർക്കുന്നതും ഇനി വരുന്ന ആളുകളിൽ നമുക്ക് അഭിമാനമായി മാറേണ്ട മക്കളെക്കുറിച്ചും അതുപോലെ നമ്മുടെ സന്താന പരമ്പരയെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി ഈ ആയത്തിൽ, ആ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സ് തരളിതമായിക്കൊണ്ട് റബ്ബിനോട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാനസികമായി പരിവർത്തിതമാകുന്നത്. അത് ജീവിതത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ആ ഒരു ടേണിംഗ് പോയിന്റിലൂടെ കടന്നു പോയ ഒരാൾ ദിശ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഇടർച്ചകൾ, വീഴ്ചകൾ, പതറലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട്, ഇതാണല്ലോ നമ്മൾ നമസ്കാരത്തിൽ
തുടക്കത്തിൽ ദുആഉൽ ഇഫ്തിതാഹിൽ പറയുന്ന ഒരു കാര്യം